ഡിയർ സ്റ്റുഡൻസ്, ആൾ ഓഫ് യു വെൽക്കം. നമ്മളിന്ന് നോക്കുന്ന പോർഷൻ BPSC 103 അതിനകത്തെ യൂണിറ്റ് 1 ഒരു പാർട്ടാണ്. JS മിൽസ് നോഷൻ ഓഫ് ലിബർട്ടി. JS മില്ലിൻ്റെ പിക്കാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. JS മിൽ അദ്ദേഹം ഒരു ഫിലോസഫറാണ്, എക്കോണമിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ലിബർട്ടിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ വളരെയധികം സംവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അത് 1960s അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം കൂടുതൽ സമൂഹത്തിൽ ആകമാനം വ്യാപിപ്പിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയിരുന്നത്. സോ JS മിൽസ് ഓൺ ലിബർട്ടി വാസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദി അക്കാദമിക് ഡിബേറ്റ്സ് ഇൻ ദി 1960s. Mill's work is seen as an exposition of negative concept of liberty. At the basis of Mill's arguments for individual freedom lay a strong sense of contempt of custom and for legal rules and norms which could not be rationally justified. അതായത് എന്താണ് ലിബർട്ടി? ആ ഒരു കാലഘട്ടത്തിൽ ലിബർട്ടിയെ സംബന്ധിച്ചുള്ള ആശയം അത് ഇങ്ങനെ നിയമപരമായിട്ട് ലിബർട്ടി എന്നത് ഇന്നതാണ്, അപ്പോൾ അതിനനുസരിച്ചേ സമൂഹം മുന്നോട്ട് പോകാവൂ. ആ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും അതിന് ചില നിയന്ത്രണങ്ങളെല്ലാം കസ്റ്റമറി ആയിട്ട് ലീഗലായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നോംസ് ആൻഡ് റൂൾസ് ഇവയെല്ലാം അതൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, യുക്തിപരമായി ന്യായീകരിക്കാൻ പറ്റുന്നതൊന്നും തന്നെ ആയിരുന്നില്ല. സോ ഇറ്റ് ഈസ് ആൾസോ സംടൈംസ് ആർഗ്യൂഡ് ദാറ്റ് ഫോർ മിൽ എനി ഫ്രീ ആക്ഷൻ, no matter how immoral, had some element of virtue in it. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് JS മിൽ പറയുന്നത് അധാർമികമല്ലാത്ത ഏതൊരു കാര്യമാണെങ്കിലും അതിനകത്ത് നന്മയുള്ളതാണെങ്കിൽ അതിനെന്തുണ്ടാവണം? അതിനെ ഫ്രീ ആക്ഷനായിട്ട് ചെയ്യാൻ സാധിക്കണം, അത് സ്വതന്ത്രമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കണം. While Mill considered restraint on individuals' actions evil, he did not consider restraints to be entirely unjustified. അതായത് വ്യക്തികളുടേതായ ഓരോരോ കാര്യങ്ങളും അവർ ഇടപെട്ട് ചെയ്യുമ്പോൾ അതിൽ റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളും ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് അവസരം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ അത് അൺജസ്റ്റിഫയബിൾ അല്ലേ? അത് ന്യായീകരിക്കാൻ പറ്റാത്തതല്ലേ? So he felt, however, that within the society there was always a presumption in favor of liberty. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു പ്രിസംഷൻ, ഒരു മുൻ ധാരണ ലിബർട്ടിയെ സംബന്ധിച്ച് ഇവിടെ രൂപപ്പെടുത്തി സമൂഹം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനി കൺസ്ട്രെയിൻസ് ഓൺ ലിബർട്ടി ദെയർഫോർ ഹാഡ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ദോസ് ഹൂ അപ്ലൈഡ് ദം. അപ്പോൾ ഏതൊരു തരത്തിലുള്ള കൺസ്ട്രെയിൻസും ലിബർട്ടിയുടെ മേലെ അപ്ലൈ ചെയ്യുമ്പോഴും ആ കൺസ്ട്രെയിൻസ് യഥാർത്ഥത്തിൽ നമ്മളുടെ നോർമലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള കൺസ്ട്രെയിൻസിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നതും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ മിൽസ് നോഷൻ ഓഫ് ലിബർട്ടി എന്താണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഫോർ മിൽ ദ പർപ്പസ് ഓഫ് ലിബർട്ടി വാസ് ടു എൻകറേജ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. എന്താ ഇൻഡിവിജ്വാലിറ്റി? ഇൻഡിവിജ്വാലിറ്റി റെഫേഴ്സ് ടു ദ ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് യുണീക്ക് ക്യാരക്ടർ ഓഫ് ഈച്ച് ഹ്യൂമൻ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയുടെയും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളത്, എടുത്തു പറയത്തക്കതായ ഹ്യൂമൻ ക്യാരക്ടറിനെയാണ് ഇൻഡിവിജ്വാലിറ്റി. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ വ്യക്തിത്വം എന്ന് പറയില്ലേ, അത് നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ പർപ്പസ് ഓഫ് ലിബർട്ടി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? ഇൻഡിവിജ്വാലിറ്റി അറ്റൈൻ ചെയ്യുക എന്നതാണ്. അവളൊരു ഹ്യൂമൻ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് യുണീക്ക് ക്യാരക്ടർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഫ്രീഡം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദിസ് ഇൻഡിവിജ്വാലിറ്റി. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയെ റിയലൈസ് ചെയ്യുക, അതിനെ പരിപൂർണമായ തലത്തിൽ തങ്ങൾക്കത് ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുക, ദാറ്റ് ഈസ് ദ പേഴ്സണൽ ഗ്രോത്ത് ഓർ ദ സെൽഫ് ഡിറ്റർമിനേഷൻ. ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. So it was the property of individuality in human beings that made them active rather than passive. അപ്പോൾ ഓരോ വ്യക്തിയെയും സ്വതന്ത്രമായിട്ട് കർമ്മമേഖലകളിൽ ഇടപെടുവാനും അവരെ ആക്റ്റീവായിട്ട് നിലനിർത്തുവാനും എല്ലാം തന്നെ സാധ്യമാക്കുന്നത് അവരുടേതായ ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ഗുണമാണ്. അതുകൊണ്ട് തന്നെ അവർ നിഷ്ക്രിയരാവാതെ ആക്റ്റീവായിട്ട്, പാസീവ് ആവാതെ ആക്റ്റീവായിരിക്കുവാൻ അവരെ ഇൻഡിവിജ്വാലിറ്റി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഹിയർ
the critical of the existing modes of social behavior, enabling them to refuse to accept conventions unless they were found reasonable. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ മോഡ് ഓഫ് എക്സിസ്റ്റിംഗ് ദ സോഷ്യൽ ബിഹേവിയർ, നമ്മുടെ സാമൂഹിക പെരുമാറ്റം, ഈ സാമൂഹിക പെരുമാറ്റത്തിൽ നിലവിലുള്ള മോഡ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, അതിൻ്റെ ഒരു രീതിശാസ്ത്രം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എവിടെയാണ് സ്വാതന്ത്ര്യം വിനിയോഗിക്കേണ്ടത്, എവിടെയാണ് സ്വാതന്ത്ര്യത്തിന് റെസ്ട്രിക്ഷൻ ഉള്ളത്, ഇതിൻ്റെ പേരിലുള്ള ചില നിയതമായ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ റൂൾസ് ആൻഡ് കോഴ്സ് ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം, അതെല്ലാവർക്കും സ്വീകാര്യതയുണ്ടോ? അപ്പോൾ എക്സിസ്റ്റിംഗ് മോഡ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴേക്കും അത് സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. enabling them to refuse to accept conventions unless they were found reasonable. അപ്പോൾ ഇവിടെ കുറേ കൺവെൻഷൻസ് ഉണ്ട്. എന്താണത്? ചിന്താഗതികൾ. ഈ ചിന്താഗതികൾ എങ്ങനെയാണ്? നാം ഓരോരുത്തരും സൊസൈറ്റിയിൽ ഇങ്ങനെയേ ആകാവൂ, അങ്ങനെയേ ചെയ്യാവൂ, ഇങ്ങനെയേ പാടുള്ളൂ, ഇങ്ങനെ സൊസൈറ്റി തന്നെ രൂപപ്പെടുത്തി ചിന്തിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ കൺവെൻഷൻസ്. പക്ഷേ ഈ പറയുന്ന ചിന്താഗതികളൊക്കെ റീസണബിൾ അല്ല എങ്കിൽ പിന്നെ അതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ജെ.എസ്. മില്ല് ചോദിക്കുന്നത്. ദീസ് കൺവെൻഷൻസ്, ദീസ് എക്സിസ്റ്റിംഗ് മോഡ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, ഈസ് ദേ enable them to found റീസണബിൾ? റീസണബിൾ അല്ല എങ്കിൽ പിന്നെ അതിനെ എന്തിനു ന്യായീകരിക്കണം? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫ്രീഡം ഇൻ മിൽസ് ഫ്രെയിംവർക്ക് therefore appears not simply as the absence of restraints but the deliberate cultivation of certain desirable attitudes. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു ഫ്രെയിംവർക്ക് എന്താ? ഫ്രീഡം എന്ന് പറയുമ്പോൾ അതിനെ അദ്ദേഹം വ്യക്തമാക്കുന്ന ആശയം ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ്, അതായത് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതിനുപരി ബട്ട് ദ ഫ്രെയിംവർക്ക് അപ്പിയേഴ്സ് ബട്ട് ദ ഡെലിബറേറ്റ് കൾട്ടിവേഷൻ ഓഫ് സർട്ടൺ ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ വേണ്ടാത്തതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാക്കിയെടുക്കുകയും വേണം? ചില അഭികാമ്യമായ ചില മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, അത് ഡെലിബറേറ്റായിട്ട് നാം കൾട്ടിവേറ്റ് ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ദാറ്റ് മിൽ ഈസ് ഓഫൺ സീൻ ആസ് ഗ്രാവിറ്റേറ്റിംഗ് ടുവേർഡ്സ് എ പോസിറ്റീവ് കൺസെപ്ഷൻ ഓഫ് ലിബർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ദാറ്റ് മിൽ ഈസ് ഓഫൺ സീൻ ആസ് ഗ്രാവിറ്റേറ്റിംഗ് ടുവേർഡ്സ് എ പോസിറ്റീവ് കൺസെപ്ഷൻ ഓഫ് ലിബർട്ടി. അപ്പോൾ ലിബർട്ടിയെ പോസിറ്റീവ് വേയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സുകളിൽ നാം ഡിസൈറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഡെലിബറേറ്റായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുവാനും ശ്രമിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ലിബർട്ടിക്കൊരു പോസിറ്റീവ് കൺസെപ്റ്റ് നമുക്കുണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ മിൽസ് കൺസെപ്ഷൻ ഓഫ് ഫ്രീഡം ഈസ് ആൾസോ റൂട്ടഡ് ഇൻ ദ നോഷൻ ഓഫ് ചോയ്സ്. അതുകൊണ്ട് ഈ ഒരു ആശയം ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോയ്സ്. പോസിറ്റീവ് കൺസെപ്ഷൻ ഓഫ് ലിബർട്ടി എന്നത് ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദ നോഷൻ ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കലിൻ്റെ ഭാഗമെന്ന രീതിയിൽ ചിന്തിക്കേണ്ടി വരും. സോ ദിസ് ഈസ് എവിഡൻറ്റ് ഫ്രം ഹിസ് ബിലീഫ് ദാറ്റ് എ പേഴ്സൺ ഹൂ ലെറ്റ്സ് അതേഴ്സ് ചൂസ് ഹിസ് പ്ലാൻ ഓഫ് ലൈഫ്. ചോയ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നതും നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. ഒരു വ്യക്തി അയാളുടെ ലൈഫ് പ്ലാൻ, ആ ലൈഫ് പ്ലാൻ എന്താണോ അത് അയാൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ. അയാളെ അനുവദിക്കുക അയാളുടെ ലൈഫ് പ്ലാൻ എന്താണെന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് അനുവദിക്കണം എന്നുള്ളതാണ്. ഫോർ ഹിം ഡസ് നോട്ട് ഡിസ്പ്ലേ ദ ഫാക്കൽറ്റി ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഓർ സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് പറയുമ്പോൾ ഡസ് നോട്ട് ഡിസ്പ്ലേ ദ ഫാക്കൽറ്റി ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഓർ സെൽഫ് ഡിറ്റർമിനേഷൻ, ദ ഓൺലി ഫാക്കൽറ്റി ഹി ഓർ ഷീ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫാക്കൽറ്റി ആണായാലും പെണ്ണായാലും തൻ്റെ വ്യക്തിത്വം, തൻ്റെ അസ്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ താൻ ആരാണ്, തൻ്റെ ആ ഒരു സ്വയം തിരിച്ചറിവ്, സെൽഫ് ഡിറ്റർമിനേഷൻ എന്നത് അത് തീർച്ചയായിട്ടും അത് തന്നിൽ തന്നെയാണ്. തൻ്റെ പ്ലാൻ ഓഫ് ലൈഫ് എന്താണ് എന്നത് ആണായാലും പെണ്ണായാലും അവർ തന്നെ കണ്ടെത്തുക. ദ ഓൺലി ഫാക്കൽറ്റി ഹി ഓർ ഷീ സീംഡ് ടു പൊസസ് വാസ് ദ അപ്പീ ലൈക്ക് ഫാക്കൽറ്റി ഓഫ് ഇമിറ്റേഷൻ. അപ്പോൾ ഇവിടെ ആണായാലും പെണ്ണായാലും ഇവിടെ എന്താ നടക്കണേ? ഒരു ഇമിറ്റേഷനാണ്. ഏപ്പ് ലൈക്ക്, ഏപ്പ് എന്താ? കുരങ്ങല്ലേ? ഏപ്പ് ലൈക്ക് ഫാക്കൽറ്റി ഓഫ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുരങ്ങന്മാരെന്താ ചെയ്യണേ? കൂട്ടത്തിലുള്ള കുട്ടിക്കുരങ്ങൻ എന്ത് കാണിക്കുന്നുവോ അത് മറ്റുള്ളവരും അതേപോലെ തന്നെ അനുകരിച്ച് കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ആണായാലും പെണ്ണായാലും ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകും. പക്ഷെ അതിനെ അനുവദിച്ചു കൂടാ എന്നാണ് പറയുക. അതിനെ അനുവദിച്ചു കൂടാ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവരിലുള്ള ഒരു ഗുണത്തെ
ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിന് അവസരം നൽകില്ല. ഓൺ ദി അതർ ഹാൻഡ്, ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും അനുകരണത്തെയല്ല നോക്കേണ്ടത്, അവൻ സ്വയം ആരാണെന്ന് അവൻ സ്വയം തിരിച്ചറിഞ്ഞ് തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ ലൈഫ് പ്ലാൻ എന്താണ്, എല്ലാം സ്വയം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മുന്നേറുവാനായിട്ടുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓൺ ദി അതർ ഹാൻഡ്, പേഴ്സൺ ഹൂ ചൂസസ് ടു പ്ലാൻ ഫോർ ഹിംസെൽഫ്, താൻ ആരാവണമെന്ന് താൻ തന്നെ പ്ലാൻ ചെയ്യുക, താൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ തൻ്റെ ഫാക്കൽറ്റീസിനെ, തൻ്റെ കഴിവുകളെ വളർത്തുകയും ചെയ്യണം. So he employs all his faculties, okay, in order to realize one's individuality and attain thereby the condition of freedom. It was essential that individuals resist forces of norms and customs which hindered self-determination. അപ്പോൾ താൻ സ്വയം ഡിറ്റർമിൻ ചെയ്ത് മുന്നേറണം, തൻ്റെ ലൈഫ് പ്ലാൻസ് എല്ലാം തന്നെ കരിയറിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിലവിലുള്ള ആചാരങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള കസ്റ്റമറി ആയിട്ടുള്ള നോംസ്, റൂൾസ്, ഇവയെല്ലാം തന്നെ ഇൻഡിവിജ്വൽസ് റെസിസ്റ്റ് ചെയ്യണം. ആ റെസിസ്റ്റിംഗ് ഫോഴ്സസിനെ മുന്നിൽ കാണണം. അപ്പോൾ അത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമേ അയാൾക്ക് തൻ്റെ ഇഷ്ടപ്രകാരം വളരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കസ്റ്റമറി ആയിട്ട് നാളുകളായി നിലനിൽക്കുന്ന കുറേ റെസ്ട്രിക്ഷൻസ്, അതിനെ ഇങ്ങനെ പാലിച്ചുകൊണ്ട് നാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് മുന്നേറുവാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഫ്രീഡം ഉണ്ടായിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മിൽ ഹവർ വാസ് ആൾസോ ഓഫ് ദ വ്യൂ ദാറ്റ് very few individuals possessed the capacity to resist and make free choices. അപ്പോൾ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകണമെന്ന രീതിയിൽ നാം നിലവിലുള്ള കസ്റ്റമറി സിസ്റ്റംസിനെ നാം ഓവർകം ചെയ്യണം, അതിനെ റെസിസ്റ്റ് ചെയ്യണം. അങ്ങനെ റെസിസ്റ്റ് ചെയ്ത് മുന്നേറാനായിട്ട് ശേഷിയുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ചോയ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ചോയ്സിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരും പിന്നെ ഇവിടെ നിലനിൽക്കുന്നവരും എന്ന രീതിയിൽ നോക്കുമ്പോഴേക്കും അവിടെ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും, ഏപ്പ് ലൈക്ക് ഇമിറ്റേഷൻ എന്ന രീതിയിൽ നിലനിൽക്കുന്നവരായിരിക്കും. ആ റെസ്ട്രിക്ഷൻസിനെ ഓവർടേക്ക് ചെയ്ത് മുന്നേറുവാൻ ശേഷിയുള്ളവർ ശരിക്കും അവർ മുന്നേറും, അവർ ലൈഫ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകും. ബാക്കി ദ റെസ്റ്റ് വെയർ കണ്ടൻറ്റ് ടു സബ്മിറ്റ് ഏപ്പ് ലൈക്ക് ഇമിറ്റേഷൻ, അതാണ് നിലവിൽ സംഭവിക്കുക എന്നുള്ളതാണ്. സോ ദി എക്സിസ്റ്റിംഗ് ദെയർ ബൈ ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡം, അവരാരായിട്ട് നിലകൊള്ളും, സ്വാതന്ത്ര്യം ഇല്ലാത്തവരായിട്ട്. മറ്റുള്ളവരോ ഈ ഏപ്പ് ലൈക്ക് ഇമിറ്റേഷനിൽ നിലനിൽക്കുന്നവരാണ് സ്വാതന്ത്ര്യമില്ലാത്തവരെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. റെസ്ട്രിക്ഷനെ എന്തും വരട്ടെ എന്ന രീതിയിൽ അതിനെ തരണം ചെയ്യാൻ ശേഷിയോടുകൂടി തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ലൈഫെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഫ്രീഡം ആസ്വദിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ആരായിട്ട് തന്നെ നിലകൊള്ളും, സ്വാതന്ത്ര്യമില്ലാത്തൊരു ലോകത്ത് നിലനിൽക്കുവാനും ഇടയാക്കും. ദ എക്സിസ്റ്റിംഗ് ദെയർ ബൈ ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡം, ദറ്റ് ഈസ് they are in the ape-like imitations world. Okay, Mill's conception of liberty can be seen for this reason as elitist, since individuality could be enjoyed only by a minor. എലിറ്റിസ്റ്റ്, ഈ എലിറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരാണ് എന്തിനേയും മറികടക്കാനായിട്ടും എന്ത് വന്നാലും കുഴപ്പമില്ല, ഞങ്ങളിതിനെ ഒന്നും പാലിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ കുറേ സാമൂഹ്യ നിയമങ്ങളും സാമൂഹ്യമായിട്ടുള്ള കുറേ നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എല്ലാ കാലവും ഞങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നമ്മളെ നിലനിർത്തിയിരിക്കുക നമ്മുടെ സൊസൈറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഇതിനെ ഓവർടേക്ക് ചെയ്തിട്ട് അല്ലെ ഓവർകം ചെയ്തിട്ട് എന്തും വരട്ടെ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ വിഭാഗം, അവരാണ് ആര്? എലിറ്റിസ്റ്റ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിവിജ്വാലിറ്റി എന്തെന്ന് തിരിച്ചറിയുന്ന. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് ഇൻഡിവിജ്വാലിറ്റി എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരാരാണ്? ഒരു മൈനോറിറ്റിയിൽ മാത്രം ഉൾപ്പെടുന്ന കൂട്ടരായിരിക്കും. അപ്പോഴോ എ ലാർജ് മാസസ് ഒരിക്കലും ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരികയുമില്ല. ഈ ഒരു ചെറിയ വിഭാഗം മാത്രമേ ഇത്തരം ഒരു ഗ്രൂപ്പിൽ വരികയുള്ളൂ. അവർക്കായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ലിബർട്ടി എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ഹിയർ മിൽ ആസ് other liberals emphasized a demarcation of the boundaries between the individual and society. അദ്ദേഹം ഒരു ഡിമാർക്കേഷൻ, ഒരു ഡിഫറൻസ്, ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിന് ഒരു ബൗണ്ടറി അദ്ദേഹം പറയുന്നുണ്ട്. വൈൽ ടേക്കിംഗ് അബൌട്ട് റീസണബിൾ ഓർ ജസ്റ്റിഫയബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ ലിബർട്ടി, മിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ സെൽഫ് റിഗാർഡിംഗ് ആൻഡ് അതർ റിഗാർഡിംഗ് ആക്ഷൻസ്. അപ്പോൾ അദ്ദേഹം റീസണബിൾ അഥവാ ന്യായീകരിക്കത്തക്ക, ഇവിടെ നിലവിൽ എന്തുണ്ട്? ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ മേലെ നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മളിലേക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെൽഫ് റിഗാർഡിങ്, മറ്റൊന്ന് അതർ റിഗാർഡിങ് ആക്ഷൻസാണ്. അപ്പോൾ ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ, ഇത് തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? വ്യക്തികളെ, അല്ലേ?
അപ്പോൾ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു? അപ്പോൾ ആക്ഷൻസ് വിച്ച് അഫക്റ്റഡ് ദ ഇൻഡിവിജ്വൽസ് ഓൺലി ആൻഡ് ആക്ഷൻസ് വിച്ച് അഫക്റ്റഡ് ദ സൊസൈറ്റി അറ്റ് ലാർജ്. ഇപ്പോൾ വ്യക്തികളെ അഫക്റ്റ് ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയെ മൊത്തത്തിലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആക്ഷൻസും ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ എനി റെസ്ട്രിക്ഷൻ ഓർ ഇൻ്റർഫിയറൻസ് വിത്ത് ആൻ ഇൻഡിവിജ്വൽ കുഡ് ബി ജസ്റ്റിഫൈഡ് ഓൺലി ടു പ്രിവെൻറ്റ് ഹാം ടു അതേഴ്സ്. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അയാളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഇൻ്റർഫിയറൻസ് മുഖേന മറ്റുള്ള ഒരു വലിയ വിഭാഗത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സൊസൈറ്റിയും ഇൻഡിവിജ്വൽ സെൻസിലും നാം കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന് എന്തുണ്ട്? സോവർണിറ്റി ഉണ്ട്, പരമാധികാരമുണ്ട്. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള സാമൂഹിക നിയമങ്ങൾ, സൊസൈറ്റൽ കൺസ്ട്രെയിൻസ്, സോഷ്യൽ ലീഗൽ നോംസ് ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിലൂടെയാണ് സൊസൈറ്റിയിലേക്ക് ആശയങ്ങൾ കൺവേ ചെയ്യാനായിട്ട് വ്യക്തികൾ ശ്രമിക്കുന്നതും. അങ്ങനെ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ്, സോഷ്യൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്, അല്ലേ? സോ ദ പോയിന്റ് ഈസ് ഓവർ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലീഗൽ ആൻഡ് സൊസൈറ്റൽ കൺസ്ട്രെയിൻസ് കൺവേസ് ദി ഐഡിയാസ് ഓഫ് സൊസൈറ്റി ഇൻ വിച്ച് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ഈസ് നോട്ട് പറ്റേണൽ. അപ്പോൾ ഇൻഡിവിജ്വലും സൊസൈറ്റിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താ? പറ്റേണലാണോ? പാരൻ്റൽ ഓറിയൻറ്റഡ് ആണോ? കാര്യം പാരൻ്റ് ആജ്ഞാപിക്കുന്നു, മറ്റുള്ളവരനുസരിക്കുന്നു, അതാണ് പറ്റേണൽ എന്ന് പറയുക. അങ്ങനെ ഒരു റിലേഷൻ അല്ലല്ലോ. ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം, അത്യാവശ്യം അവരുടെ ധാർമ്മികമായ കാര്യങ്ങളിൽ ഉണ്ടാവേണ്ടേ? അതാണ് ഇവിടെ ചോദ്യം. സിമിലർലി ദ ഐഡിയ ദാറ്റ് ആൻ ആക്ട് ക്യാൻ ബി കൺസ്ട്രെയിൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാംഡ് അതേഴ്സ്. അതേപോലെ തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രവർത്തനം ഞാൻ ചെയ്യുന്നു, ആ പ്രവർത്തനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്നതാണെങ്കിലോ അതിനെ എന്ത് ചെയ്യാം? അതിനെ നിയന്ത്രിക്കാം. അപ്പോഴിവിടെ ഉണ്ടാകുന്ന റൂൾസ് ആ പ്രവർത്തനങ്ങളെ അത് നിയന്ത്രിക്കേണ്ടതാണ്. കാരണം എന്താ? ഉപദ്രവം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് എങ്കിൽ. അപ്പോൾ റൂൾസ്, റെഗുലേഷൻസ്, സം ആക്ട്സ് എന്ന് പറയുമ്പോഴേക്കും അത് ഇൻട്രൻസിക്കലി ഇമ്മോറലാവാം. അതായത് ചില പ്രവർത്തനങ്ങൾ ധാർമ്മികമായിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റാത്തതാവാം. അത്തരം പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? തടയിടേണ്ടി വരും, റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് ഇൻട്രൻസിക്കലി ഇമ്മോറലാണ്. അങ്ങനെയാകുമ്പോൾ അതിനെ പണിഷ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്നതാണ് എന്ന ചിന്തയിലുള്ളതുകൊണ്ട് അതിനെ പണിഷ് ചെയ്യേണ്ടി വരും. പക്ഷേ അല്ലാത്തതാണെങ്കിലോ അതിനെ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട. അവിടെ വ്യക്തിക്ക് എന്ത് കൊടുക്കണം? വ്യക്തിക്ക് ഫ്രീഡം അഥവാ ലിബർട്ടി അനുവദിച്ചു കൊടുക്കേണ്ടതുമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. ദെൻ അഗെയിൻ മിൽസ് ഫ്രെയിംവർക്ക് റൂൾസ് ഔട്ട് യൂട്ടാലിറ്റേറിയനിസം. അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. യൂട്ടാലിറ്റേറിയനിസം അതാരും ഉപേക്ഷിക്കപ്പെട്ടതാണ്? ബെന്താം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം അതിനെ ഇനൺസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. ഇനൺസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ള ആ യൂട്ടാലിറ്റേറിയനിസം എന്ന ആശയത്തെ എല്ലാവരും നിലകൊള്ളണം എന്നുള്ളതാണ്. ഈ ഒരു സമൂഹത്തിൽ എന്ത് ചെയ്താലും അത് എല്ലാവർക്കും വേണ്ടി എന്നുള്ളൊരാശയം. പക്ഷെ അതിനെ അദ്ദേഹം അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം ചിലപ്പോൾ അവിടെ ഹനിക്കപ്പെടും. അതുകൊണ്ട് ആ യൂട്ടാലിറ്റേറിയനിസം എന്നുള്ള പോളിസിയെ ബെന്താം അതിനെ പിന്താങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജെഎസ് മില്ലിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹവും എന്ത് ചെയ്യുകയാണ്? റൂൾസ് ഔട്ട് യൂട്ടാലിറ്റേറിയനിസം ആസ് ഇനൺസിയേറ്റഡ് ബൈ ബെന്ത വിച്ച് വുഡ് ജസ്റ്റിഫൈ ഇൻ്റർഫിയറൻസ് ഇഫ് ഇറ്റ് മാക്സിമൈസ്ഡ് ദ ജനറൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ജനറൽ ഇൻട്രസ്റ്റിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർഫിയറൻസാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് യൂട്ടാലിറ്റേറിയനിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് ചിലത് അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? അത് ത്യജിക്കേണ്ടതായിട്ട് വരാം. എറ്റ് ദ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ഈസ് നോട്ട് സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ്. അപ്പോൾ ജെഎസ് മില്ല് ഇവിടെ കണക്കാക്കി പോരുന്ന ആ ഒരു ആശയത്തിലെ സൊസൈറ്റി ഇൻഡിവിജ്വലും അവരുടെ ഇടയിലുള്ള ആ ഒരു എന്താ പറയുക ലിബർട്ടിയിലുള്ള ആ ഒരു ഡിഫറൻസ് അതത്ര സ്ട്രിക്റ്റായിട്ട് അല്ല ജെഎസ് മിൽ കണക്കാക്കി പോരുന്നത്. ആൾ ആക്ട് അതേഴ്സ് ഇൻ സെയിം വേ. എല്ലാവരും പ്രവർത്തിക്കുന്നു, ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി കുടികൊള്ളുന്നു, അവർ ഇവിടെയുള്ള ഓരോരുത്തർക്കും വേണ്ടി എന്ന തരത്തിലാണ് നാം പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? മിൽ ബിലീവ്ഡ് ദാറ്റ് ഹിസ് പ്രിൻസിപ്പിൾ ഡിഡ് നോട്ട് പ്രീച്ച് എ മോറൽ ഇൻഡിഫറൻസ് ടുവേർഡ്സ് സെൽഫ് റിഗാർഡിംഗ് ബിഹേവിയർ ഓഫ് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഒരിക്കലും താൻ പ്രചരിപ്പിക്കുന്ന ആശയം ധാർമ്മികപരമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ദോഷവും താനുമായി നിലകൊള്ളുന്ന ഈ സമൂഹത്തിലെ ആരുടെ ഇടയിലും ആ സെൽഫ് റിഗാർഡിംഗ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട്
മറ്റുള്ളവരുടെ സെൽഫ് റിഗാർഡിംഗ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ദോഷവും സൊസൈറ്റിയിൽ ഉണ്ടാക്കുവാനിടയില്ല എന്ന് തന്നെയാണ്. സോ ഹി ഫെൽറ്റ് ഇറ്റ് വാസ് പെർമിസിബിൾ ടു യൂസ് പെർസ്വേഷൻ ടു ഡിസ്കറേജ് ഇമ്മോറൽ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെ അനുവദിക്കുന്നുണ്ട്. ഇമ്മോറലായിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിനെ പിന്തുടരാൻ ആരെയും അനുവദിക്കേണ്ട, പെർസ്വേഡ് ചെയ്യേണ്ട, ആരെയും പ്രേരിപ്പിക്കേണ്ട. അത് അത്തരത്തിലുള്ള ആശയത്തെ അദ്ദേഹം ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ദി ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ ഓഫ് ലിബർട്ടി. അദ്ദേഹം ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ ഓഫ് ലിബർട്ടിയിലാണ് ശക്തമായിട്ട് വിശ്വസിച്ച് പോരുന്നത്. ദെൻ ഓൺലി ദ കംപ്ലീറ്റ് ലിബർട്ടി ഓഫ് തോട്ട്. അത് പോസിബിൾ ആകണമെങ്കിൽ, കംപ്ലീറ്റ് ലിബർട്ടി ഓഫ് തോട്ട് എന്നുള്ള ആശയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ ഓഫ് ലിബർട്ടി, ഓരോ വ്യക്തിക്കും വ്യക്തിഗത സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. അവരുടേതായ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായിട്ട് ധാർമ്മികമായ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇടപെടാനായിട്ട് ശ്രമിക്കരുത്. മറ്റുള്ളവർ ഒരു വ്യക്തിയുടെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കരുത്. സോ ഹി ഫെൽറ്റ് all restrictions on free discussion that should be removed because truth would emerge from a free competition of ideas. സത്യം ഉരുത്തിരിഞ്ഞു വരുന്നത് സ്വതന്ത്രമായ ആശയ പ്രകടനങ്ങളിലൂടെയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ഓഫ് ഐഡിയാസ് അത് ജനങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത് ജനങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ഓരോരുത്തരും അവരവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് അനുസരിച്ച് സ്വതന്ത്ര ചിന്താഗതിയിലൂടെയാണ് ഓരോരോ പുതിയ ആശയങ്ങൾ തന്നെ സത്യത്തിൻ്റെതായ വഴിയിലേക്ക് വന്നു ചേരുന്നത്. So it may be pointed out that in today's catalogues of liberties, freedom of expression is valued perhaps more than economic liberty as a democratic ideal. Free exchange between individuals is undoubtedly an important exercise of liberty, and a society which forbade all kinds of liberty and allowed this would still be relatively free. അപ്പോൾ ഇതാണ് ആശയം. അതായത് സ്വതന്ത്രമായ മനസ്സുകളിലൂടെയാണ് ആശയങ്ങളുടേതായ ആ ഒരു ബഹിർഗമനം ഉണ്ടാകുന്നത്. അപ്പോഴതിനെ തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് ഐഡിയൽസിലേക്ക് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് വ്യക്തികൾക്ക് ധാർമ്മികമായ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം. അപ്പോൾ ലിബർട്ടി എന്നത് ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് ഐഡിയാസ്. ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ഫ്രീ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എക്സസൈസ് ഓഫ് ലിബർട്ടി. സ്വതന്ത്രമായിട്ട് ആശയവിനിമയം വ്യക്തികൾ തമ്മിൽ നടത്തുമ്പോൾ അത് തന്നെയാണ് ലിബർട്ടിയുടെ ഏറ്റവും വലിയൊരു എക്സസൈസ് സൊസൈറ്റിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ലിബർട്ടിയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ലോകത്ത് താരതമ്യേന സ്വതന്ത്രമായി ആളുകൾക്ക് ഇടപെടുവാനും വ്യക്തിഗതമായ രീതിയിൽ അവരുടേതായ ധാർമ്മികമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ റെസ്ട്രിക്ഷൻസിൽ നിന്നെല്ലാം അവരെ സ്വതന്ത്രമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലിബർട്ടിയുമായി ബന്ധപ്പെട്ട ആശയം. സോ ദിസ് ഈസ് അബൌട്ട് J.S. മിൽസ് നോഷൻ ഓഫ് ലിബർട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ന്യൂ കമേഴ്സിന് ഈ ഒരു പാർട്ട് ഗുണകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രം, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾ എൻറോൾ ചെയ്ത് ഇഗ്നോയുടെ സ്റ്റുഡൻ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പരീക്ഷാ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ക്ലാസ് എല്ലാം ഇവിടെ എടുത്തു തരാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.